ഇത് സൂപ്പറാ. എനിക്ക് മടിയുള്ള സമയത്ത് ഉണ്ടാക്കുന്ന മടിയ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ബൗളിനകത്തേക്ക് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അതല്ലെങ്കിൽ മീറ്റ് മസാലയാണ് ആഡ് ചെയ്തത്. അത് തികച്ചും ഓപ്ഷണലാണ്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 3-4 സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഞെരടിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ഞെരടി വെച്ചിരിക്കുന്നത് കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ സോർട്ട് ചെയ്ത് എടുക്കാം. അടി പിടിക്കാതെ നോക്കണം. നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമണം പോയതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ആപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും അതേപോലെ തന്നെ റൈസിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫീഡ്ബാക്ക്സ് പറയാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടെ ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.